ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങളുണ്ട് ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ. ഇതിലുള്ള 2 ഐറ്റം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മീഷോയിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രൈ പാനിലൊക്കെ എണ്ണ പുരട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സിലിക്കോണിൻ്റെ ബ്രഷാണ്. ഈ ഒരു ഗ്ലാസ് നല്ല കനമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ്സാണ്. അതുപോലെ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ്. നമുക്കിത് അടുക്കളയിലൊക്കെ വെച്ചാൽ കാണാനായിട്ട്. ഈ കാണുന്ന ഗ്ലാസ്സിനകത്താണ് നമ്മൾ ഓയിൽ ഒഴിച്ച് വെക്കുന്നത്. അതുപോലെ ഈ സിലിക്കോണിൻ്റെ ബ്രഷ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പാണ് ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്പ്. അപ്പോൾ ഈ ബ്രഷിനകത്ത് ഓയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പച്ച ക്യാപ്പിനകത്ത് വെക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതിലൂടെ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ ഓയിൽ വന്നിറങ്ങിക്കൊള്ളും. പിന്നെ ഈ ഹാൻഡിലിൽ തന്നെ സിലിക്കോണിൻ്റെ ബ്രഷിൻ്റെ ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഊരിയെടുത്ത ശേഷം ഈ ഹാൻഡിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് എന്തിലേക്കാണെങ്കിലും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഓയിൽ വരും. ഈ ഒരു സിലിക്കോണിൻ്റെ ബ്രഷിൻ്റെ നടുക്കലായിട്ട് ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓയിൽ വരുന്നതിന് വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ നമുക്കിതുപോലെ ഗ്ലാസ്സിനകത്ത് തന്നെ ഓയിൽ വെച്ചിട്ട് ഈ ഹാൻഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാൻഡിലേക്ക് ഓയിൽ കയറും. പക്ഷെ ചെറിയൊരളവിൽ മാത്രമേ കയറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നൊരു പച്ച ക്യാപ്പ് അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു എഡ്ജിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തുള്ള ഓയിൽ നിറയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പച്ച ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കാവുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അതല്ല ഈ ഒരു ഹാൻഡിലിനകത്തേക്ക് ഓയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഓയിൽ ഈ ഹാൻഡിലേക്ക് കയറുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ബ്രഷ് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ പാനിൽ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കാനും ഈ ഹാൻഡിലിനകത്തുള്ള ഓയിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാനും സാധിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഈ ഒരു ബ്രഷ് ഓയിലായിട്ടുള്ള ബ്രഷ് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വെച്ച് എല്ലായിടത്തും ഓയിലാവാതെ തന്നെ ഈ ഒരു ബോട്ടിലിനകത്ത് കറക്റ്റ് പ്ലേസിൽ വെക്കാനും അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും. അതാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങാൻ കാരണം. അതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ. ഇനി അടുത്തായിട്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർ സേവിങ് ഫോസറ്റാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വാട്ടർ സേവിങ് ഫോസറ്റാണ് ഇട്ടത്. ഇത് ഞാൻ കൂടുതലായി വാങ്ങാൻ കാരണം എൻ്റെ സിങ്കിനകത്തുള്ള ഒരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ കുത്തനെ വെള്ളം വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തെറിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം വരികയും ചെയ്യും. നമുക്ക് സിങ്കൊക്കെ വാഷ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ഐറ്റം. ഞാൻ കാണിച്ചു തരാം യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിയത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ താഴെ ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം എല്ലാ ഭാഗത്തും എത്താനും അതുപോലെ സിങ്കൊക്കെ നല്ല ക്ലീനായി വൃത്തിയാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു ഐറ്റം. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ ലിഡ് ഇല്ലെങ്കിൽ പകരം ഇട്ട് വെക്കാവുന്ന ഒരു ലിഡാണ്. ഇത് സ്ട്രെച്ചബിൾ ആണ്, അതുപോലെ റീയൂസബിൾ ആണ്. നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയൽ സിലിക്കോൺ തന്നെയാണ്. പല ഷേപ്പിൽ അവൈലബിൾ ആണിത്. ഓവൽ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ, റെക്റ്റാങ്കുലർ ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിയാൽ മതി. കൂടുതലായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സാധനങ്ങൾക്ക് കൂടുതലും മൂടിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഒരു ലിഡ് ഉപയോഗിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെയുള്ള പാത്രങ്ങൾക്കൊക്കെ എല്ലാവരുടെ കയ്യിലും ലിഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലിഡാണ്. ഗ്ലാസ്സിന് വേറെ മാച്ചാവുന്ന രീതിയിൽ സ്യൂട്ടാവുന്ന ഒരു ലിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് സ്യൂട്ടാവുന്നത് നോക്കി വാങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. മീഷോയുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവില്ല, പ്രൊഡക്റ്റിൻ്റെ കോഡാണ് ഉണ്ടാവുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഒരു സോപ്പ് ഡിസ്പെൻസർ. സോപ്പ് ഡിസ്പെൻസറും അതിൻ്റെ മീതെ ഒരു സ്പോഞ്ച് ഹോൾഡറും കൂടിയിട്ട് ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ബോക്സിലാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. വാഷ് ചെയ്യുന്നുള്ള ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ സ്പോഞ്ച് വെക്കുക. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്നൊരു ഹോളിലൂടെ ഇതിനകത്തുനിന്ന് ലിക്വിഡ് പുറത്തേക്ക് വരും. അത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മളിത് യൂസ് ചെയ്യണത്. ഈ ബോക്സിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പോഞ്ചിലേക്ക് ഇതിനകത്തുള്ള ലിക്വിഡ് വരും. അത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം. വളരെ എളുപ്പം അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇനി അടുത്ത ഐറ്റം വാങ്ങിയിട്ടുള്ളത് നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ. അപ്പം മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റ്, ഞാൻ വാങ്ങിയ പ്രൈസ് ലിസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് ലിസ്റ്റും അതും തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓഫർ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇതൊരു മൾട്ടി പർപ്പസ് ട്രേ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള മൾട്ടി പർപ്പസ് ട്രേ ആണ്. നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ, അതുപോലെ കബോർഡിൽ വെക്കാൻ, മേക്കപ്പ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്ന വളരെ ക്വാളിറ്റി ഉള്ള മൾട്ടി പർപ്പസ് ട്രേ ആണ് കേട്ടോ. ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ പിടിച്ച് നോക്കിയാൽ അറിയാം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. അതുപോലെ നല്ല
ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തോളൂ, ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി അടുത്ത ഐറ്റം കിച്ചൺ കോട്ടാണ്. ഈ ഒരു പ്രൈസിന് 3 കിച്ചൺ കോട്ട് വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല റിവ്യൂസൊക്കെ നോക്കി നോക്കുമ്പോൾ നല്ല റിവ്യൂസാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. 3 കളറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ കോട്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് 3 കിച്ചൺ കോട്ട് കിട്ടാൻ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് 3 കളറാണ്, ഗ്രീന്, റോസ്, ബ്ലൂ, അങ്ങനെ 3 കളറിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് സ്യൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ നീളമാണെങ്കിലും ഇതിൻ്റെ വിഡ്ത്താണെങ്കിലും ഒക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം പ്ലാസ്റ്റിക്കും അതുപോലെ പുറം ഭാഗത്ത് ക്ലോത്തും ആണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഓർഡർ ചെയ്തത് മീഷോയിൽ നിന്നാണ്. വന്ന് നോക്കുമ്പോൾ പാക്കിൻ്റെ മുകളിൽ ഫ്ലിപ്കാർട്ട് എന്ന് എഴുതി കാണാണ്ട്. ഇതിനകത്തൊരു ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോഡ് കൊടുക്കുന്നുണ്ട്. 500 രൂപക്കാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട്. അതിനകത്ത് റിവ്യൂസ് ഒരുപാടുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുള്ളത് 3 കമ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്ത് ഉള്ളിൽ വലിയൊരു കമ്പാർട്ട്മെൻറ്റും പിന്നെ ചെറിയൊരു സൈഡിലായിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ പുറം സൈഡിലായിട്ട് ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടുക്ക് കൂടെ ചെറുതായിട്ട് അടിച്ചിട്ടൊരു പേഴ്സ് പോലെ ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പുറമൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല കളറാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന, ഒരുപാട് ഐറ്റംസ് കൊള്ളുന്ന ഒരു ബാഗാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു മഗ്ഗാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു മഗ്ഗാണ്. സ്ട്രോ വിത്ത് മഗ് എന്നാണ്, പക്ഷേ ഇതിനകത്ത് സ്ട്രോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ മഗ്ഗാണ്. നല്ല ക്വാളിറ്റി ഉള്ള മഗ്ഗാണ്. അതുപോലെ നല്ല ഗ്ലാസ്സൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഡ്രിങ്ക്സൊക്കെ നമുക്ക് ഒഴിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു മഗ്ഗാണ്. നല്ല ഭംഗിയുണ്ട് കാണാനും. അതുപോലെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ല കട്ടിയുണ്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. ഒരു വലിയ ബോക്സ്, അതിനൊരു ഹാൻഡിലും കൂടെ ഉണ്ട്. ഈ വലിയ ബോക്സിനകത്ത് 3 ചെറിയ ബോക്സുകളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണേലും മാറ്റി വെച്ച് യൂസ് ചെയ്യാം. ഇതിലുള്ള ബോക്സുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരൊറ്റ ബോക്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ബോക്സ് വേണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഒരു ബോക്സും ബാക്കിയുള്ള ഫ്രീ സ്പേസും കൂടി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് വെച്ച് യൂസ് ചെയ്യാം. അതെല്ലാം 3 ബോക്സും കൂടി ഒരുമിച്ച് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. വൈറ്റിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഉറപ്പുള്ള ഒരു ബോക്സാണ്. ഇതിൻ്റെ ലിഡാണെങ്കിലും അതെ നല്ല ക്വാളിറ്റി ഉള്ള ലിഡാണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈടോട് കൂടി യൂസ് ചെയ്യാവുന്ന, അത്രയും ഉറപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു മോപ്പാണ്, ക്ലീനിങ് മോപ്പാണ്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും അതുപോലെ വെറ്റായിട്ട് നനഞ്ഞ വസ്തുവാണെങ്കിലും നമുക്ക് തുടച്ചെടുക്കാൻ, അതുപോലെ ഫാനിൻ്റെ മുകളിലുള്ള പൊടികളാണെങ്കിലും ഇടുങ്ങിയ സ്ഥലങ്ങളിലുള്ള പൊടികളാണെങ്കിലൊക്കെ നമുക്ക് തുടച്ചെടുക്കാം. ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക, അല്ലാതെയും യൂസ് ചെയ്യാവുന്നതുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പെട്ടു എന്ന് കരുതി. കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ ഇത് ഫ്ലെക്സിബിളായിട്ടാണ് കാണിക്കുന്നത്. ഇത് തുറന്ന് നോക്കി നോക്കുമ്പോൾ എനിക്കിത് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇത് ഫ്ലെക്സിബിൾ തന്നെ ആയിരുന്നു. ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു നോബൊന്ന് നമുക്ക് അഴിച്ചെടുത്ത ശേഷം ആ ഒരു തണ്ട് നമുക്ക് ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ ഈ ഒരു വലിയ തണ്ട് നമുക്കിതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് മടക്കി കൊടുക്കണം. ഇത് മടക്കാൻ നോക്കുമ്പോഴാണ് ഇത് ഫ്ലെക്സിബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം അത് ഫ്ലെക്സിബിളാണ്, ഞാനത് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മടക്കി കൊടുക്കുക. അത് പൊട്ടൊന്നുമില്ല. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്കിത് തിരിച്ചു കൊടുക്കുക. അതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതായത് ഒന്ന് വളച്ച് തിരിച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്രഷ് വെച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം. ഞാനിത് മെയിനായിട്ട് വാങ്ങിയത് ഫാനിൻ്റെ ലീഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ബ്രഷ് ഒന്ന് മടക്കി വെച്ച ശേഷം ഇതിൻ്റെ തുമ്പ് ഭാഗം ഒന്നും കൂടി ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലിപ്പാവാതെ എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കയ്യെത്താത്ത ദൂരത്തൊക്കെ ഉള്ള ഇതുപോലുള്ള ഇടുങ്ങിയ സ്പേസിലൊക്കെ നമുക്ക് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ അടുത്തുള്ള വല്ലതും ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഹാൻഡിൽ ഊരി വെച്ച ശേഷം നമുക്ക് ഡസ്റ്റുള്ള ഭാഗം നോക്കിയിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഊരി എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. എപ്പോഴും ഇതിങ്ങനെ ഊരി വാഷ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. ഒരെണ്ണത്തിന് നമുക്ക് സ്ട്രോ കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.